ഹലോ. ശരിയായ രീതിയിലുള്ള ബൈപറച്ചിലൊന്നുമില്ലാതെ വഴിപിരിഞ്ഞു പോയ രണ്ടുപേർ, അനീഷും അഞ്ജനയും. റോഷൻ മാത്യുവും ഷെറിൻ ഷിഹാബുമാണ് അനീഷും അഞ്ജനയുമായി വരുന്നത്. അവർ വീണ്ടും കണ്ടുമുട്ടുന്നു, സ്വയം പുനഃപരിശോധിക്കുന്നു. അതിനിടെ അവർ പരസ്പരം വഴക്കിടുന്നു, പഴിചാരുന്നു. പതിയെ പതിയെ തങ്ങളുടെ പാളിച്ചകളെ അവർ വിലയിരുത്തുന്നു. കാരണം അവർ ഇപ്പോൾ കൂടുതൽ പക്വമതികളായി. ഇന്നത്തെ രീതിയിൽ ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തങ്ങൾ ഒരിക്കലും പിരിയില്ലായിരുന്നു എന്ന് അവർ വേദനയോടെ ഓർക്കുന്നു. അവർ വീണ്ടും പഴയ അനീഷും അഞ്ജനയും ആവുകയായിരുന്നു. പക്ഷെ അവർക്ക് മുന്നിൽ ഇത്തിരി നേരമല്ലേ ഉള്ളൂ. പ്രണയം മനസ്സിൽ ഉള്ളവർക്കും പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അത് പൊളിഞ്ഞ് പാളീസായവർക്കുമെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമ ഇത്തിരി നേരം. പ്രണയത്തിൻ്റെ മധുര നൊമ്പരങ്ങളിലേക്ക്, അതിൻ്റെ കുളിർമയിലേക്ക്, അവസാനം ഹൃദയം നുറുങ്ങുന്ന വേദനയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന സിനിമ. ആ ഇത്തിരി നേരം നമ്മളും അവരോടൊപ്പം ചേർന്നു പോകുന്നു. പ്രശാന്ത് വിജയാണ് സംവിധായകൻ. അതിശയങ്ങളുടെ വേനൽ, അങ്കലി ചാലിതം, ദായം എന്നീ ഫെസ്റ്റിവൽ സിനിമകളിലൂടെ ശ്രദ്ധേയനായ പ്രശാന്ത് മാധ്യമപ്രവർത്തകനായ അബ്ജോദ് വർഗീസിന്റെ നിർത്താതെ ഓടിയ ഓട്ടങ്ങൾ എന്ന കുറിപ്പിനെ അവലംബിച്ച് വിശാഖ് ശക്തിയാണ് ചിത്രത്തിന്റെ തിരക്കഥ. മലയാളത്തിന്റെ 96 ആണോ ഇത്തിരി നേരം? വഴിപിരിഞ്ഞു പോയി നമ്മുടെ ഉള്ളിൽ നൊമ്പരമായി കിടക്കുന്നവർ മലയാള സിനിമയിൽ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. കറുത്തമ്മയും പളനിയും ഉണ്ണിയും ഗാഥയും. ഇനിയുമില്ലേ നിങ്ങളുടെ മനസ്സിലൂടെ അവർ കടന്നു വരുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുമല്ലോ. പല കാരണങ്ങളാൽ പാതി വഴിയിൽ നിന്നു പോകുന്ന പ്രണയങ്ങളും സൗഹൃദങ്ങളും ഒക്കെയുണ്ട് നമുക്ക് ചുറ്റിലും. ചിലപ്പോൾ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ, അതുമല്ലെങ്കിൽ ഒരു തുറന്നു പറച്ചിൽ കൊണ്ടോ വീണ്ടും ഒന്നിക്കാമായിരുന്ന ചില ബന്ധങ്ങൾ. അങ്ങനെ ഒരു പുനഃപരിശോധനയുടെ നിമിഷങ്ങളാണ് ഇത്തിരി നേരത്തിൽ നടക്കുന്നത്. ക്ലോഷർ കിട്ടാതെ പോകുന്ന ബന്ധങ്ങൾ എപ്പോഴും ഒരു അപൂർണതയും ഭാരവും നമ്മളിൽ നിറയ്ക്കുന്നുണ്ട്. ആ ഒരു ഭാരം ഇറക്കി വെക്കുകയാണ് ഇത്തിരി നേരം. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കഥയുടെ മൂഡ് തന്നെ മാറുന്നുണ്ട്. അതുവരെ വന്ന ട്രാക്കിൽ നിന്ന് മാറി മറ്റൊരു രീതിയിലേക്കാണ് കഥ നീങ്ങുന്നത്. ജിയോ ബേബിയും നന്ദുവും ആനന്ദ് മന്മഥനും ഒക്കെ ചേർന്ന് സെക്കൻഡ് ഹാഫ് അല്പം കോമിക്കലായിട്ടാണ് നീങ്ങുന്നത്. റോഷനും ഷിറിനും ആ കഥാപാത്രങ്ങളുടെ വൈകാരികത മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ആ ഒരു ഇമോഷൻസ് നമ്മളിലേക്കും എത്തിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. നന്ദുവാണ് മറ്റൊരാൾ. മോഹൻലാലിന്റെ സ്പിരിറ്റിലാണെന്ന് തോന്നുന്നു നന്ദുവിനെ ഇങ്ങനെ കഥാപാത്രമായി അഴിഞ്ഞാടുന്നത് കണ്ടിട്ടുള്ളത്. അമ്മാതിരി പെർഫോമൻസാണ് നന്ദുവിൻ്റേത്. ആനന്ദ് മന്മഥന്റെ ചഞ്ചലും രസകരമായിട്ടുണ്ട്. അനീഷും അഞ്ജലിയും അവരുടെ കഴിഞ്ഞ കാലങ്ങളിലേക്കുള്ള യാത്രയാണ് നടത്തുന്നത്. പക്ഷേ ഒരു ഫ്ലാഷ് ബാക്ക് സീൻ പോലും സിനിമയിലില്ല. അവരിരുവരും തമ്മിലുള്ള സംഭാഷണങ്ങളിലൂടെ, അവർ പ്രകടിപ്പിക്കുന്ന വികാരങ്ങളിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ അറിയുന്നത്. ആ വികാരങ്ങൾ നമുക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ശാന്തമായി മുന്നോട്ട് നീങ്ങുന്ന സിനിമ സെക്കൻഡ് ഹാഫിൽ സംഭവബഹുലമാണ്. ആ സിറ്റുവേഷൻസിനെ പക്വതയോടെ വിവേകത്തോടെ കൈകാര്യം ചെയ്യുന്ന നന്ദുവിൻ്റെ രായണ്ണനും നമ്മുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. പ്രണയത്തിൻ്റെയും സൗഹൃദങ്ങളുടെയും കുടുംബ ബന്ധങ്ങളുടെയും സുഖവും സന്തോഷവും കാണിച്ചു തരുന്ന ഒരു സിനിമ. അതാണ് ഇത്തിരി നേരം. എന്തായാലും എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട്